اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഹിക്കമിലെ 10ാമത്തെ ഹിക്മത്താണ് ഇനി പറയാൻ പോകുന്നത്. അൽ അഅമാലു സുവറുൻ ഖായിമത്തുൻ വ അർവാഹുഹ വുജൂദു സിദ്ദിൽ ഇഖ്ലാസി ഫീഹ. അൽ അഅമാലു കർമ്മങ്ങൾ എന്ന് പറയുന്നത് സുവറുൻ ഖായിമത്തുൻ കുത്തനെ നിൽക്കുന്ന പ്രതിമകളാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അത് കുത്തനെ നിൽക്കുന്ന ചില രൂപങ്ങളാണ് അല്ലെങ്കിൽ പ്രതിമകളാണ്. വ അർവാഹുഹ അതിൻ്റെ ജീവനുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് വുജൂദു സിദ്ദിൽ ഇഖ്ലാസി ഫിഹ, ഇഖ്ലാസി എന്ന് പറയുന്ന രഹസ്യം അതിൽ ഉണ്ടാവലാണ്. എന്താണ് ഈ പറയുന്നത്? നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പ്രതിമകളെ പോലെ ചില രൂപങ്ങളെ പോലെയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പല സ്ഥലത്തൊക്കെ യാത്ര പോകുന്ന സമയത്ത് മനുഷ്യരൂപങ്ങൾ പ്രതിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? പ്രതിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇല്ല. സിംഹത്തിന്റെ പ്രതിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? എന്നാ ആത്മാവുള്ള സിംഹമാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചെല്ലും? ഇല്ല. ഒരു സിംഹത്തിന്റെ വലിയൊരു ആനന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നില്ല. കാരണം എന്താ? അതിന് ജീവൻ തന്ന സാധനമല്ല. എന്നതുപോലെ നമ്മുടെ അമലുകൾ ഉണ്ടല്ലോ, ആ അമലുകളുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. അമലുകളുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉള്ള അമലുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രാധാന്യമുള്ളൂ. ഒരു മനുഷ്യനാണെങ്കിലും ഇപ്പൊ ലോകത്തുള്ള ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ബഹുമാനപ്പെട്ട നുബാത്തി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് ഒരുപാട് വിസ്മയങ്ങൾ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയവരാണ് മനുഷ്യന്മാർ. പല സംഭവങ്ങൾ കണ്ടിട്ട്, ഈജിപ്തിലെ പിരമിഡ് കണ്ടിട്ട്, താജ്മഹൽ കണ്ടിട്ട്, പല രാജ്യങ്ങളിലെ പല സംഭവങ്ങളും കണ്ടിട്ട് മനുഷ്യന്മാരൊക്കെ ആകെ അന്തം വിട്ടു പോയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് നുബാത്തി തങ്ങൾ പറയുന്നുണ്ട്, മോനെ അതൊന്നുമല്ല വലിയ അത്ഭുതം, അത്ഭുതം നീയാണ്, ഏറ്റവും വലിയ അത്ഭുതം നീയാണെന്ന് പറയലുണ്ട്. ആ മനുഷ്യൻ പോലും ആത്മാവ് ആണ്ട് ഊരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പേര് മയ്യത്ത് എന്നായി മാറും. അപ്പൊ ആത്മാവാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെ? അപ്പൊ അമലിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചു, ആ നിസ്കാരത്തിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങളൊക്കെ പ്രതിമകളെ പോലെയാണ്. അതാണ് ഇപ്പൊ ഇതിൽ ആകത്തുക. ഒന്നുകൂടി അർത്ഥം വെക്കാം നമ്മൾ. അൽ അഅമാലു കർമ്മങ്ങൾ എന്ന് പറയുന്നത് സുവറുൻ ഖായിമത്തുൻ കുത്തനെ നിൽക്കുന്ന ചില പ്രതിമകൾ രൂപങ്ങളാണ്. വ അർവാഹുഹ അതിന്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് വുജൂദു സിദ്ദിൽ ഇഖ്ലാസി ഫിഹ, ഇഖ്ലാസ് എന്ന് പറയുന്ന രഹസ്യം അതിൽ ഉണ്ടാവലാണ്. അപ്പൊ നമ്മൾ ഉസല്ലി ഫർളൽ ഇശാഇ അർബ റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് നിസ്കരിച്ചു. അത് നമ്മൾ ചെയ്യുന്ന കർമ്മല്ലേ? ആ കർമ്മത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൽ ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം പറയുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂ ഹനീഫ തങ്ങളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു വേള നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് മച്ചിന്റെ മുകളിൽ നിന്ന് ഒരു പാമ്പ് താഴത്തേക്ക് വീണുന്ന, പാമ്പ് കണ്ട് താഴത്തേക്ക് വീണു. ആളുകളൊക്കെ ഈ പാമ്പ് കണ്ടിട്ട് എല്ലാവരും നീച്ചു മണ്ടി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കാരം സലാം വീട്ടിയിട്ടാണ് ഈ പാമ്പിനെ കണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ അവാരിഫുൽ മാരിഫ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആ നൃത്തത്തിൽ തൊട്ടിരുത്തുള്ളത് ആരാണെന്ന് മനസ്സിലായാൽ പോലും ഓനെ നിസ്കാരത്തിലേക്ക് ഭംഗം വന്നിട്ടുണ്ടെന്ന്. ലാ തുഖ്ബലു സ്വലാത്തു എന്ന് പറഞ്ഞ ആൾക്കാരും കൂടിയുണ്ട്, നിസ്കാരം സ്വീകരിക്കപ്പെടൂല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് അഹമ്മദാക്കിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ പോക്കരാക്കിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളറിഞ്ഞാൽ പോലും ആ നിസ്കാരത്തിന് കബൂലിയത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത്ര ശ്രദ്ധ വേണം സത്യത്തിൽ ഏത് നിസ്കാരം എന്നല്ല ഏത് കർമ്മങ്ങളിലും.
അപ്പൊ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് പ്രതിമകളെ പോലെയാണ്. അതിനെന്തില്ല, ജീവൻ എന്ന സാധനമില്ല. ശരിക്കും എന്താണ് ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് അവന്റെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ മാത്രം, സംരക്ഷകനായ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക. അതിനാണ് സത്യത്തിൽ എന്തു പറയാ, ഇഖ്ലാസ് എന്ന് പറയാം. വേറെ ഒരു ലക്ഷ്യവും ഓന്റെ ഒരു അമലുകളിലും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ടവരിതിൽ 3 ഇഖ്ലാസിന് 3 അബ്ദുൽ മജീദ് അഷ്ഷുർനൂബി എന്ന് പറയുന്ന മഹാനെ ഇഖ്ലാസിനെ 3 രൂപാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇഖ്ലാസ് ഇഖ്ലാസുൽ ഉബ്ബാദ്, സാധാരണ ആൾക്കാരുടെ ഇഖ്ലാസ്. ആ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് സലാമത്തു അമാലിഹിം മിന ദിയാഇൽ ജലീ വൽ ഖഫീ, പ്രത്യക്ഷവും പരോക്ഷവുമായ ലോകമാന്യം ഉണ്ടല്ലോ, ലോകമാന്യം ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക. അതിന്ന് ഓന്റെ അമലുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത്, ഏറ്റവും ചെറിയ ഇഖ്ലാസ്. ഏറ്റവും ചെറിയ ഇഖ്ലാസ് പറഞ്ഞാല് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യാതിരിക്കുക, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യാതിരിക്കുക. ആ ഇബാദത്ത് കൊണ്ട് ഓന്റെ ലക്ഷ്യം എന്താണ്, അല്ലാഹു തആല എനിക്കത് കൊണ്ട് എന്ത് ചെയ്യണം, കൂലി കിട്ടണം, നരകത്ത് നിനക്ക് മോചനം ലഭിക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ അമല് ചെയ്യുമ്പോൾ ആ അമലിനേക്കാണ് എന്താ പറയാ, ഇഖ്ലാസുൽ ഉബ്ബാദ്, ആബിദീങ്ങളെ ഇഖ്ലാസ് എന്ന് പറയാം. ഇതിൽ തന്നെ നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട റഈസു സാഹിദ്യൻ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹം നടന്നു പോണ സമയത്ത് ആ നാട്ടിലെ വലിയ സമ്പന്നനായ ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങാടിയിൽ. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങൾ അറിയോ, അള്ളാഹുവിന്റെ ആരിഫായ ഒരു മനുഷ്യനാണ് ആ പോണത്, പേര് ഇബ്രാഹിം അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ മുതലാളി ഒരു വലിയ കിഴിയെടുത്തിട്ട്, സ്വർണ്ണ നാണയത്തിന് കിഴിയെടുത്തിട്ട് ഓടി ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ്, ഈ കിഴി നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ആരോട്? ഇബ്രാഹിം അദ്ദേഹം തങ്ങളോട്. അപ്പൊ അത് മുഖത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഫക്കീറന്മാരടുത്ത് നിന്ന് ധർമ്മം വാങ്ങില്ല, ഞാൻ ഫക്കീറന്മാരടുത്ത് നിന്ന് ധർമ്മം സ്വീകരിക്കലില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഫക്കീറല്ല, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കൊള്ളുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അല്ല, നിങ്ങൾ ഫക്കീർ തന്നെയാണോ? എന്താ നിങ്ങൾ അങ്ങനെ പറയണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇനിയും പൈസ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് ചോദിച്ചു. നിങ്ങൾ ഫക്കീറാണ്. എനിക്ക് ആഗ്രഹമല്ല, അപ്പൊ ഞാൻ വനിയാണ്. ഒരു ഫക്കീർ ഒരു വനിയനിക്ക് പൈസ നൽകുക എന്നാണ് ശരിയല്ല. ഇനിയും കിട്ടണം എന്നുള്ളത്, എത്ര പൈസ ഉണ്ടെങ്കിലും ഇനിയും കിട്ടണം എന്നുള്ളത് ആരാ ആവശ്യമാണ്? പാവപ്പെട്ടവരാണല്ലോ. റബ്ബേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കുടുംബം എനിക്ക് നോക്കാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ എന്റെ കുടുംബത്തിന്റെ ചെലവ് നടത്താമായിരുന്നു എന്ന് ആഗ്രഹിക്കവരാണല്ലോ. ആ ആഗ്രഹം ആർക്കുണ്ട്? ഇയാൾക്കുണ്ട്. അതുകൊണ്ട് ഇയാളെ പൈസ എനിക്ക് വേണ്ട, ഇയാളെ പൈസന്റെ ആവശ്യം എന്തില്ല, എനിക്കില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അമലുകൾ ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ട്. സുബഹിസ്കരിക്കുന്നുണ്ട്, ളുഹുറുണ്ട്, അസറുണ്ട്, മഗ്രിബിന്റെ ഇശാ ഉണ്ട്, കഴിയും വിധം സുന്നത്തുണ്ട്, അതുപോലെ തന്നെ ദിക്റുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും ഇങ്ങനെ ഈ ജീവല്ലാത്ത പ്രതിമകളെ പോലെ ആകാൻ പാടില്ല. അതിന്റെ ജീവൻ എന്ന് പറയുന്നത്, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ എന്തും എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ. അല്ലാത്തതൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അപ്പൊ ഏറ്റവും താഴേക്കടിയിലെ ഇഖ്ലാസ് പറഞ്ഞാല് ഈ അമല് കൊണ്ട് ഒരാൾ കാണാൻ വേണ്ടിയിട്ടാണെന്ന് അയാൾ കരുതരുത്. എനിക്ക് സ്വർഗം ലഭിക്കണം, അതുപോലെ തന്നെ നരകത്ത് നിന്ന് രക്ഷപ്പെടണം. ഈ ഒരു ചിന്തയാണ് ഏറ്റവും താഴേക്കടിയിലുള്ള ഇഖ്ലാസ്. ഇനി രണ്ടാമത്തെ ഇഖ്ലാസ് ഉണ്ട്, ഇഖ്ലാസുൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ആളുകളുടെ ഇഖ്ലാസ്. ഇവരെന്തിനാ ഹുവൽ അമലു ലില്ലാഹി, ഇവരുടെ അമല് അള്ളാഹു താലാക്ക് ഇജ്ലാലും വ തഅലീമ, അള്ളാഹു താലാനെ ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടും ഓല് എന്ത് ചെയ്യാണ്? ഇബാദത്ത് ചെയ്യാണ്. ഓൽക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. സ്വർഗം കിട്ടണമെന്നോ നരകത്തിന് കഴിച്ചിലാവണമെന്നോ ഒന്നും ഒരു ലക്ഷ്യം ഓൽക്കില്ല. അതിനെക്കുറിച്ച് ഓല് ആലോചിക്കണേ ഇല്ല. അതിനെക്കുറിച്ച് ഓല് ഇത് അള്ളാഹു താലാനെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് ഓല് ചെയ്യുക. ഇതാണ് ഇഖ്ലാസുൽ മുഹിബ്ബീൻ. ഇവിടെ റാബിയത്തുൽ അദവിയ്യന്റെ ഒരു ബൈത്ത് പറയുന്നുണ്ട്. ആ ബൈത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അത് വലിയൊരു ബൈത്താണ്. മഹദി പറയാണ്, കുല്ലുഹും യഅ്ബുദൂക മിൻ ഖൗഫി നാരിൻ വയറൗന നജാത ഹല്ലൻ ജസീല. ജനങ്ങളൊക്കെ അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നരകത്തിനെ പേടിച്ചിട്ടും സ്വർഗത്തിൽ കടക്കാനുമാണ്.
ഔ ബി അൻ യസ്കനുൽ ജിനാന ഫയഹ്ലൗ ബിഖുസൂരിൻ വയശ്റബു സൽസബീല. ഓല് നരകത്തിനെ കുറിച്ച് പേടിച്ചിട്ടും സ്വർഗത്തിന്റെ അനുഭൂതികൾ കിട്ടാനും അതിലെ കൊട്ടാരങ്ങൾക്ക് വേണ്ടിയിട്ടും അതിലെ സൽസബീൽ എന്ന് പറയുന്ന നെൽ തണ്ണീറിന് വേണ്ടിയിട്ടൊക്കെ ഓല് ആഗ്രഹിച്ചിട്ടാണ് ഓൾ എന്ത് ചെയ്യണത്, ഓല് ഇബാദത്ത് ചെയ്യണത്. എന്നാ അല്ലാഹുവേ ലൈസ ലീ ബിൽ ജിനാനി വന്നാരി ഹല്ലുൻ അന ലാ അബ്തഗി ബിഹുബ്ബി ബദീല. മഹദി അവറുകൾ പറയാണ്, എന്നാ ഞാൻ അല്ലാഹുവേ തേടുന്നത് നിന്നെ മാത്രമാണ്, നിന്റെ സ്നേഹം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്വർഗത്തിന് വേണ്ടി നിന്നെ ആരാധിക്കുന്നില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിന്നെ ആരാധിക്കുന്നില്ല. ഇതാണ് മുഹിബ്ബീങ്ങളുടെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഓല ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രണയം മാത്രം, അള്ളാഹിനെ വലിയൊരാളായിട്ട് കാണുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഇഖ്ലാസ് ഉണ്ട്, ഇഖ്ലാസുൽ മുഖറബീൻ, ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുടെ ഇഖ്ലാസ്. അവര് ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പോലും ആരതല്ല, എന്റേതല്ല. ഇപ്പൊ എന്റെ കൈകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അല്ലെ, കൈകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇതൊന്നും സത്യത്തിൽ ഞാനല്ല ചെയ്യണത്, ആരാ ചെയ്യണത്? അള്ളയാണ്. നമ്മൾ വെറും ഒരു റോബോട്ട് മാത്രമാണ്. നമ്മളെ കൊണ്ട് ആര് ചെയ്യിപ്പിക്കാണ്? അള്ളാഹു തആലയാണ് ഫായില്. ഫായിൽ ആരാണ്? ഇതിന്റെ പൊരുൾ അറിയലാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യം. നമ്മൾ ചലിക്കുന്നില്ല, നമുക്ക് സ്വമേധയാൽ ചലിക്കാൻ കഴിവില്ല. ഹൗലും കൂവത്തും നമ്മളൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ ഈ ഹൗലും കൂവത്തിന്റെ രഹസ്യം എന്താണ്? ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് അറിയലാണ്, എനിക്ക് സ്വന്തമായി ചലിക്കാനുള്ള കഴിവില്ല, നോക്കാൻ പോലുമുള്ള കഴിവില്ല, കേൾക്കാനുള്ള കഴിവില്ല, രുചിക്കാനോ മണക്കാനോ ഒന്നിനും എനിക്ക് കഴിവില്ല. സത്യത്തിൽ ഇതൊക്കെ ചെയ്യണത് ആരാണ്? അള്ളാഹുവാണ് എന്ന് ഒരു അടിമ തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യനാവുള്ളൂ. അതുവരെ ഓൻ അതിനയിലാണ്. അവിടേക്കാണ് എത്തുമ്പോഴേ ഓൻ എന്ത് ചെയ്യുള്ളൂ, മനുഷ്യന്റെ പട്ടികയിലേക്ക് എത്തുള്ളൂ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇഖ്ലാസുൽ മുഖറബീൻ, മുഖറബീങ്ങളെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് അവർ ചെയ്യുന്ന ഏത് അമലും ഞാനല്ല, ഇത് ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നെന്ത് ചെയ്യലാണ്. ഒരു മഹാന്റെ സദസ്സിലെ ഒരു മഹാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ശ്രോതാക്കൾ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ മഹാൻ ചോദിച്ചു, ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചു. അപ്പൊ അതിൽ വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ദുർലഭം ചില 4-5 ആൾക്കാർ ഇങ്ങനെ കയ്യൊന്നിച്ചു. അപ്പോ ഈ മഹാൻ പറഞ്ഞു, അല്ല മക്കൾ, നിങ്ങൾക്കൊന്നും ഹജ്ജിന് പോകാൻ ആഗ്രഹമില്ല ചോദിച്ചു. അപ്പൊ ആഗ്രഹമുണ്ട്, പൈസ അല്ല. ഞാൻ നിങ്ങളോട് എന്ത് ചോദിച്ചു, ആർക്കാണ് ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളൂ എന്നല്ലേ? മക്കൾ, നിങ്ങളൊന്നും അറിയാതെ കൈ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരൊറ്റ കൈ പൊന്തിച്ച കാരണം കൊണ്ട് അള്ളാഹു തആല നിങ്ങളെ ആഗ്രഹം എന്ത് ചെയ്യും, നിറവേറ്റും. ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോ കൈ പൊന്തിച്ചാൽ മതി. പൈസ എന്ന് പറഞ്ഞത് അള്ളാഹു തആല തരുന്നതല്ലേ. അത് ഇന്നുള്ള ആളെ ചിലപ്പോ നാളെ നോക്കുമ്പോ ഒന്നുമില്ലാത്ത ആൾക്കാരായി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ നാട്ടുകളിൽ തന്നെ ഉണ്ട്. ഇന്ന് ഭയങ്കര പൈസ ഉണ്ട്, നാളെ ഒന്നും ഉണ്ടാവില്ല. നാളെ നല്ല പൈസ, മറ്റന്നാ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ വരുന്നുണ്ട്. അതൊക്കെ തരുന്നതും തരാതിരിക്കുന്നതൊക്കെ അള്ളാഹു തആലാൻ്റെതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അമലുകൾ വെറും പ്രതിമകളെ പോലെ ആക്കരുത്. അമലുകൾ എന്ന് പറയുന്ന സാധനം വെറും പ്രതിമകളെ പോലെ ആക്കരുത്. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഒരു മനുഷ്യന്റെ പ്രതിമ അവിടെ അങ്ങനെ നിൽക്കുക. ഇപ്പൊ കാക്ക മൂത്രയിക്കുന്നുണ്ട് അല്ലെ, കാക്ക തൂർന്നുണ്ട്, വേറെ വല്ല ജീവികളും തൂർന്നുണ്ട്. ഒരു ജീവുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെ തൂറാൻ നിന്ന് കൊടുക്കുവോ? എന്താണ് നിങ്ങൾ പറയും, നിന്ന് കൊടുക്കോ? ഇല്ല. ആത്മാവിന് വലിയ പ്രാധാന്യമുണ്ട്. ആത്മാവ് എന്ന് പറയും, അമലുകളുടെ ആത്മാവ് എന്നുള്ളത് ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് മാത്രമേ അള്ളാഹു തആലാക്ക് വേണ്ടുള്ളൂ, വേറൊന്നും അള്ളാഹു തആലാക്ക് ആവശ്യമില്ല. അപ്പോ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ക്ലാസ് കേൾക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു തആലാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊപ്പമുള്ള ആൾക്കാർ നമ്മളെ കണ്ടു കണ്ടില്ല, അറിഞ്ഞില്ല, നമുക്കൊന്നും കൂടാനുമില്ല കുറയാനുമില്ല. നമുക്ക് വല്ലതും കൂടാനും കുറയാനും ഉണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്താക്കണം, കാട്ടിക്കൂട്ടലുകളാക്കരുത്. ഇന്ന ആള് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന ആളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ വലിയൊരു പ്രവർത്തകനാണെന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് ജനങ്ങൾ അറിഞ്ഞോട്ടെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഇവിടെ വേറെ വിഷയം എന്ന് പറഞ്ഞാലേ, നമ്മളിവിടെ എപ്പോഴും എല്ലാ നിസ്കാരത്തിന്റെയും മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നിസ്കാരം, വനുസുക്കി, നിസ്കാരമല്ലാത്ത മറ്റ് എന്ത് കർമ്മങ്ങളും, വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ,
എന്നൊരു പ്രതിജ്ഞ എല്ലാ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. എല്ലാ നിസ്കാരത്തിന് മുമ്പ് നടത്തണം. എന്നിട്ടാ നമ്മൾ എന്ത് ചെയ്യണുള്ളൂ, ഫാത്തിഹന്നെ ഓതണുള്ളൂ. നമ്മൾ ഈ പറഞ്ഞൊക്കെ സത്യത്തിൽ ശരിയാണോ? നമ്മളെ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം ശരിക്കും? മറ്റു കർമ്മങ്ങൾ അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്തുക്കണോ? നമ്മളെ ജീവിതം അല്ലാഹു തആലക്ക് സമർപ്പിച്ചു, നമ്മൾ തെറ്റിയോ? നമ്മളെ മരണം അല്ലാഹു തആലക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ പറയണത് തന്നെ സത്യത്തിൽ എന്താണ്, ഒരു നിഫാഖത്തിന്റെ വാക്കുകളാണ്. അത് ഹൃദയവും ആ വാക്കും തമ്മിൽ യോജിക്കുമ്പോഴേ ഓന്റെ നിസ്കാരത്തിൽ എന്തുണ്ടാവുള്ളൂ, ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. മഹാന്മാർ പറയുന്നുണ്ട്, നിസ്കരിക്കുന്ന ആൾക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പ് ഒരു സ്വലാത്തും ചെല്ല, റസൂലുള്ളാഹിന്റെ പേരിലേക്ക് ഒരു സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ പരമാവധി ഒരു ഇഖ്ലാസ് ഉണ്ടാകുന്ന മഹാന്മാർ പറയുന്നത്. അപ്പൊ ഇഖ്ലാസ് ഉള്ള അമലുകളാണ് അല്ലാഹു തആലാക്ക് വേണ്ടത്. അത് ഏത് കർമ്മമാണെങ്കിലും, നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന വിഷയങ്ങളാണെങ്കിലും, നമ്മളെ മക്കൾക്ക് നമ്മൾ നൽകുന്ന കാര്യങ്ങളാണെങ്കിലും, നമ്മളെ മഹല്ലിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നടത്തുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാക്കാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു 50 ഉറുപ്പ്യ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഫോട്ടോ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? 50 ഉറുപ്പ്യാണെങ്കിൽ അതിന് ഒരു ഫോട്ടോ പിടിച്ചിട്ടുണ്ടാവും. ഫോട്ടോത്തിൽ പെടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അതിന്റെ മുമ്പിലൊക്കെ കയറി നിന്ന് അല്ലെ, മുടിയൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ശരിയാക്കുന്ന. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പൊ അതുകൊണ്ട് കിട്ടുന്നത്? ഈ ഫോട്ടോത്തിൽ പെട്ടത് കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവണില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകണില്ല. കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്, വീഡിയോ അത്യാവശ്യമാണ്. എന്റെ കല്യാണത്തിന് ഒരു ഫോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല, ഞമ്മക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതൊക്കെ ആ സമയത്തുള്ള ചില വിഷയങ്ങൾ, പിന്നീട് അതൊക്കെ മറന്നുപോയിന്ന്, അതിലൊന്നും വലിയൊരു കഥല്ലാത്തൊരവസ്ഥയായി മാറി. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹു തആലക്ക് വേണ്ടിയിട്ടാകുക. പിന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, മനുഷ്യന്മാരെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവനവന്റെ കാര്യങ്ങൾ മറക്കും ചെയ്യും. നമുക്ക് സ്വന്തം നിറവേറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ തീരെ ശ്രദ്ധിക്കൂല. എന്നാലോ മറ്റുള്ളവന്റെ കാര്യങ്ങൾ ഭയങ്കര ശുഷ്കാന്തിക്കാരം. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾക്കൊക്കെ സമയം കഴിഞ്ഞുപോയി, എപ്പോഴും നമുക്ക് മരിക്കാം. ഇപ്പൊ ഇന്ന് ഒരു മരണം കണ്ടില്ലെങ്കിൽ, താഴേക്കോട് സ്കൂളത്തെ ഒരു മാഷ് 47 വയസ്സുള്ളൂ. താഴേക്കോട് സ്കൂളത്തെ മാഷ് 47 വയസ്സുള്ളൂ അല്ലേ? അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിന് ശാരീരികമായി യാതൊരു കുഴപ്പമില്ല. ഏത് സമയവും എങ്ങനെയും നമ്മൾ മരിക്കാം. അതിന്റെ മുമ്പ് ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമാക്കുക, അള്ളാഹിനെ സ്നേഹിച്ചിട്ടും ആക്കുക. ഇൻഷാ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ അമലുകളൊക്കെ ഒരു പ്രതിമകളെ പോലെയാണ്. അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിലുള്ള ഇഖ്ലാസ് ഉണ്ടാവലാണ്. അത് പരമാവധി എല്ലാവരും ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.